കോട്ടയം തിരുവാതുക്കൽ ഇരട്ട കൊലപാതക കേസിലെ പ്രതി അമത് ഉറാങ്ങിന്റെ കൊലപാതകത്തിന് തൊട്ടു മുൻപുള്ള CCTV ദൃശ്യങ്ങൾ 24-ന് കൊലപാതകം നടത്താൻ പോകുന്നതും തിരിച്ച് CCTVയുടെ ഹാർഡ് ഡിസ്കുമായി വരുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ടോബി ജോൺസൺ വിവരങ്ങൾ ചെയ്യുന്നു. ടോബി, അത്യാവശ്യം പ്ലാനിങ്ങോടെ നടത്തിയ കൊലപാതകമാണ് എന്ന CCTV ദൃശ്യങ്ങൾ തെളിയിക്കുന്നുണ്ട്. ടോബി, അശ്മി, തീർച്ചയായിട്ടും വ്യക്തിവൈരാഗ്യം തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെങ്കിലും ഈ സ്ഥലത്തെക്കുറിച്ചും എങ്ങനെ കൊലപാതകം നടത്തണം, എങ്ങനെ രക്ഷപ്പെടണം എന്നതൊക്കെ കൃത്യമായി പ്രതിക്ക് ധാരണയുണ്ടായിരുന്നു. അത് പ്രകാരം ഈ ആളൊഴിഞ്ഞ വഴിയിലൂടെ കൊലപാതകം നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ അത് ഉപേക്ഷിക്കാൻ വേണ്ടി പോകുന്ന CCTV ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സമാനമായ രീതിയിലുള്ള നിരവധി CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവെന്ന് പറയുന്നത് ഈ CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. അത് കൃത്യമായി പോലീസ് പല സ്ഥലങ്ങളിൽ നിന്നായി റിക്കവർ ചെയ്തിരുന്നു. ലഭിക്കാതിരുന്നത് ഈ വീട്ടിലെ CCTV ആയിരുന്നു. അതിൻ്റെ ഹാർഡ് ഡിസ്ക് ആണ് ഈ പ്രതി കൊണ്ടുപോയി ഒരു തോട്ടിലെറിഞ്ഞത്. അത് ഇന്നലെ പ്രതി പറഞ്ഞത് പ്രകാരം പോയി റിക്കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ കോടതിയുടെ അനുമതി തേടാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തത വരും. എന്തായാലും ഈ പ്രതിയായിട്ടുള്ള അമിത് തന്നെ ഈ കൊലപാതകം ചെയ്തുവെന്ന് പോലീസ് കണ്ടെത്തിയത് ഈ CCTV അടക്കം പരിശോധിച്ചതിൽ നിന്നാണ്. ഒപ്പം തന്നെ അടയാളങ്ങളും അവിടെ നിന്ന് ലഭിച്ചു. ഈ കോടാലിയിൽ നിന്ന് ഫിംഗർ പ്രിന്റ് ലഭിച്ചിരുന്നു. അത് അമിത്തിൻ്റെതാണെന്ന് ആണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. CCTV ദൃശ്യങ്ങളാണ് ഇത്. അമിത് ഉറാങ്ങിന്റെ അറസ്റ്റിലേക്ക് നയിച്ച നിർണായകമായ CCTV ദൃശ്യങ്ങളിലൊന്നാണ്. അങ്ങനെ നേരത്തെ ടോബി പറഞ്ഞതുപോലെ കുറേയധികം CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. അതിനുശേഷമാണ് അമിത് ഉറാങ്ങിന്റെ കസ്റ്റഡിയിലേക്ക് എത്തിയത്. കോട്ടയം തിരുവാതുക്കൽ ഇരട്ട കൊലപാതക കേസിലെ പ്രതി അമിത് ഉറാങ് കൊലപാതകത്തിന് തൊട്ട് മുൻപുള്ള CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൊലപാതകം നടത്താൻ പോകുന്നതും തിരിച്ച് CCTVയുടെ ഹാർഡ് ഡിസ്കുമായി വരുന്നതുമാണ് ഈ ദൃശ്യങ്ങളുള്ളത്. ടോബി ജോൺസൺ തുടരുന്നു. ടോബി, ഏതെങ്കിലും തരത്തിൽ പാനിക്കായ ഒരാളുടെ നടത്തമല്ല അത്. അങ്ങോട്ടേക്ക് പോകുന്നതും തിരിച്ച് കൊലപാതകം കഴിഞ്ഞ് CCTVയുമായി തിരികെ വരുന്നതും ഒക്കെ വളരെ കൂളായ മട്ടിലാണ്. ടോബി, കേൾക്കാമോ? അശ്മി, ഒന്നുകൂടി ചോദിക്കും, കേട്ടില്ല. ഞാൻ ചോദിച്ചത് ഈ അമിത് ഉറാങ് കൊലപാതകം നടത്താൻ പോകുന്ന മട്ടിൽ തന്നെയാണ്. കൊലപാതകം നടത്തി ഏതെങ്കിലും ഓടി വരുമൊന്നുമല്ല. വളരെ കൂളായി സാവധാനം ശാന്തനായി തന്നെ വരികയാണ്. തീർച്ചയായിട്ടും അശ്മി, ഇതൊരു വ്യക്തമായിട്ടുള്ള പ്ലാനിങ്, അതായത് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ ഈ പ്രതിക്കുണ്ടായിരുന്നു. 19-ാം തീയതിയാണ് ഇവിടെ കോട്ടയത്തുള്ള റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഒരു ലോഡ്ജിൽ റൂം എടുക്കുന്നത്. അവിടെ താമസിച്ചുകൊണ്ടാണ് ഈ പ്ലാനിംഗ് ഒക്കെ നടത്തിയത് എന്നുള്ളൊരു വിവരമാണ് പോലീസിനുള്ളത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കേസ്, അതായത് മോഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കേസ്, അതാണ് ഈ വൈരാഗ്യത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ കേസ് പിൻവലിക്കണമെന്ന് ഈ പ്രതിയായിട്ടുള്ള അമിത് ഈ കൊല്ലപ്പെട്ട വിജയകുമാറിനോട് പലതവണ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതിന് ആ കേസ് പിൻവലിക്കാൻ തയ്യാറായില്ല. ഈ മൊബൈൽ ഫോൺ മോഷ്ടിച്ച ശേഷം അതിൻ്റെ ഗൂഗിൾ പേ അക്കൗണ്ട് വഴി കയറി ഈ പണം മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാണ് കണ്ടെത്തിയത്. പക്ഷേ ഈ വിജയകുമാർ കൃത്യമായി ബാങ്കിൽ ബന്ധപ്പെട്ടതുകൊണ്ട് ആ 2 ലക്ഷം രൂപയോളം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ കാശ് തട്ടിച്ചു എന്ന് പൂർണ്ണമായും കാശ് ഈ അമിത്തിൻ്റെ കയ്യിലേക്ക് എത്തിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു കളവ് നടത്തിയത് കൊണ്ട് ആ കേസുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെയാണ് 5 മാസക്കാലം ഈ അമിത്തിന് ജയിലിൽ റിമാൻഡിൽ കടക്കേണ്ടി വന്നത്. അത് വലിയൊരു മാനസിക സമ്മർദ്ദം ഈ പ്രതിക്കുണ്ടാക്കി. ഈ ഭാര്യ ഈ സമയത്ത് നാട്ടിലേക്ക് പോയിരുന്നു. അവർ ഗർഭിണിയായിരുന്നു. ഗർഭം അലസിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള മാനസിക അവസ്ഥയിലായിരുന്നു. പക്ഷേ വീട്ടിൽ പോയി ആ ഭാര്യയെ കാണാനുള്ള ഒരു മാനസികാവസ്ഥ പോലും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ വിജയകുമാറിനെ ബന്ധപ്പെട്ട് ഈ കേസ് പിൻവലിക്കണമെന്നൊരു ആവശ്യം പോലും ഈ പ്രതി മുന്നോട്ട് വെച്ചു. പക്ഷേ അതിനൊന്നും വിജയകുമാർ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഒരു വൈരാഗ്യം ഇയാളോട് ഉണ്ടായത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. അതേ തുടർന്ന് ഒരു പ്ലാനിംഗ് നടത്തിയിട്ടാണ് കൃത്യമായി രാത്രി ചെല്ലാൻ അവിടെ ആകുമെന്നും ആരൊക്കെ ഏതൊക്കെ വഴിയിലൂടെ പോകാനാകുമെന്നും അവിടെ മുൻപും വന്ന് താമസിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട്, അവിടുത്തെ ജോലിക്കാരനായതുകൊണ്ട് തന്നെ കൃത്യമായി ഈ അമിത്തിന് അറിയാമായിരുന്നു. അങ്ങനെയാണ് രാത്രിയിൽ വന്ന് മതിൽ ചാടിക്കടന്ന് ഈ കൊലപാതകം നടത്തുകയും അവിടുത്തെ DVRും മോഷ്ടിച്ചുകൊണ്ട് അതിന് സമീപത്തുള്ള വഴിയിലൂടെ പോയി അത് തോട്ടിലിട്ട് അവിടെ നിന്നും രക്ഷപ്പെടുകയും മറ്റൊരു തോട്ടിൻ്റെ സമീപത്ത് ചെന്ന് അവിടെ മൊബൈൽ ഫോൺ ഉപേക്ഷിക്കുകയും ചെയ്തത്. എന്തായാലും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നടത്തിയ ഒരു കൊലപാതകം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആശ്മി, ഓക്കെ.
ടോബി ജോൺസണാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വളരെ സാവകാശം അങ്ങോട്ടേക്ക് പോകുന്നതും ഇരട്ടക്കൊല നടത്തിയതിനു ശേഷം അവിടുന്ന് പ്രധാന തെളിവായ അവിടുത്തെ CCTVയുടെ ഹാർഡ് ഡിസ്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ച് തിരിച്ചു വരുന്നതുമായ ദൃശ്യങ്ങളാണ്. ഇത് ഈ കേസിൽ ഏറ്റവും നിർണായകം, ഏറ്റവും പ്രധാനപ്പെട്ട കോടതിയിലടക്കം വരാൻ പോകുന്ന തെളിവുകളൊന്നാണ് ഈ CCTV ദൃശ്യങ്ങൾ.